ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഔട്ട്ലൈൻ കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അത് ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഈ ഒരു പാർട്ടിൽ ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്താണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡിങ്ങൊക്കെ നല്ല രീതിയിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണ് വരയ്ക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഉള്ളിലെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത്, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ആ ലൈറ്റ് അടിക്കുന്ന ചെറിയ ചെറിയ ഏരിയാസൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചിട്ട് ആ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ റിഫ്ലക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇവിടുത്തെ ഒരു പൊട്ട് പോലത്തുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അപ്പം ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ആദ്യം ഉപയോഗിച്ചിട്ട് പിന്നീട് ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 6B അതുപോലെ 8B 10B എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ 6B ഉപയോഗിച്ചിട്ട് വരച്ചിട്ടാണ് പിന്നീട് 10B ഉപയോഗിച്ചിട്ട് ആ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പെൻസിൽ ഒരുപാട് അമർത്തി പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പിടിച്ച് ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പേപ്പർ സ്റ്റാമ്പോ ബ്രഷൊക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾ വരച്ച് പോകുന്ന അനുസരിച്ച് ഗ്രിഡ് ലൈൻസ് മായ്ച്ച് പോയാൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ഗ്രിഡ് ലൈൻസ് ഫുള്ളായിട്ട് മായ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വരച്ച് വരുന്നതനുസരിച്ച് ഓരോ കോളംസും മായ്ച്ച് പോയാൽ മതി. അപ്പം ആ ഒരു ലൈൻസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡിങ് ഇവിടെ വരെ ചെയ്യണം, അല്ലെങ്കിൽ കട്ടിക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണ്, കട്ടി കുറച്ച് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഫോട്ടോയിലിട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഷെയ്ഡിങ് കൂടുതലായിട്ടും വന്നേക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും ഷാഡോസ് വരുന്ന ഭാഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫോട്ടോയുടെ ആ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇട സൈഡ് കൊണ്ട് ആ ഒരു ഭാഗത്താണ്, നെറ്റിയുടെ ആ ഭാഗത്തും അതുപോലെ കണ്ണിൻ്റെ ആ സൈഡ് കൊണ്ട് ചേർന്ന ഭാഗത്തും പിന്നെ കവിളിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത്. വലത് സൈഡിലേക്ക് അത്ര ഇല്ല, എന്നാൽ പോലും ആ നെറ്റിയുടെ ആ ഭാഗം കൊണ്ട് നമുക്കുണ്ട്. അതുപോലെ ഇതിൽ ലൈറ്റ് വന്നിരിക്കുന്ന നേരെ മുമ്പിൽ നിന്നാണ്, കാരണം നമുക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാവും നെറ്റിയുടെ ആ നടുവിലായിട്ട് നല്ല ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അതേസമയം രണ്ട് സൈഡിലായിട്ട് എന്താ പറയണ്ടേ ഷാഡോസ് വരുന്ന കൂടുതലും ഭാഗങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ആ ലൈറ്റിങ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഫോട്ടോ നമുക്ക് നോക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ മൂക്കിൻ്റെ ആ ഒരു നടുവിലായിട്ട് വരുന്നുണ്ട്, അതുപോലെ കവിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടുതലായിട്ടും വരുന്നത് നെറ്റിയുടെ ആ നടുവിലായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ആ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് ഷെയ്ഡ് ചെയ്യാണ്ടിരിക്കുക. ആ ഒരു ഭാഗത്ത് ലൈറ്റിങ് അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗത്ത്, അതായത് നമ്മൾ നെറ്റിയുടെ രണ്ട് സൈഡിലായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡും കൊടുക്കുക. അപ്പോൾ പെൻസിൽ അവിടെ നമുക്ക് 6B ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പിന്നീട് വേണമെങ്കിൽ 8B 10B ഒക്കെ യൂസ് ചെയ്യാം. അപ്പം ഏത് യൂസ് ചെയ്താലും ഒരുപാട് കട്ടി കൊടുക്കാണ്ട് ഇച്ചിരി ഒന്ന് ലൈറ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ 10B ഒക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് അമർത്തി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഷെയ്ഡിങ് ചിലപ്പോൾ അവിടെ കൂടി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണെങ്കിലും ഒന്ന് പതിയെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഷെയ്ഡിങ് നല്ല രീതിയിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ അല്ലെങ്കിൽ വളരെ സാവധാനം ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക എന്നുള്ള കാര്യമാണ് ഷെയ്ഡിങ്ങിൻ്റെ ബേസായിട്ട് നമ്മൾ പറയാനുള്ളത്. കാരണം പിന്നീട് നമുക്ക് മായ്ച്ചിട്ട്, അതായത് നമ്മൾ ഷെയ്ഡിങ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മായ്ച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയാകാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് വരുന്നതനുസരിച്ച് ആ ഒരു ഫോട്ടോയിൽ കുറച്ച് എന്താ പറയുക ഡാർക്ക്നെസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ ഒന്ന് കറുത്ത് പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും ഫേസ്. നമ്മളൊരു കളർ ഫോട്ടോ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ ഫോട്ടോ നോക്കി വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രോയിങ്ങും ആ ഒരു ഫോട്ടോയും തമ്മിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. കാരണം അത് കളറാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഡ്രോയിങ്ങിൽ ഉണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ച്, അതായത് നമ്മൾ ഇപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് അതേപോലെ കളറൊക്കെ നമുക്കെടുത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഫേസിൻ്റെ ഒരു പകുതിയോളം ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു സൈഡിൽ ചെയ്യുക. അപ്പോൾ 250 GSM വരുന്ന പേപ്പറിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യുന്ന ആദ്യമാണ്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 210 GSM വരുന്ന പേപ്പറിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു GSM കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പേപ്പറിൽ തന്നെ. അപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്യാവശ്യം GSM കൂടിയ പേപ്പർ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം ഇപ്പം ബിഗിനറാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 200 മുകളിൽ GSM ഉള്ള പേപ്പർ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം
ഇപ്പോൾ നിങ്ങൾ ഷെയ്ഡിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ മുടി വരയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ മുടി വരയ്ക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പാടുകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ ഭാഗത്തൊക്കെ കീറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം GSM കൂടി പേപ്പറിൽ തന്നെ നിങ്ങൾ വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു പാർട്ടോടെ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.